ഒരു സഹോദരൻ മലപ്പുറത്ത് നിന്നും അയച്ചിരിക്കുന്ന ഒരു ലെറ്ററാണ്. ഫാത്തിഹ ഓതിയ ശേഷം നമ്മൾ ആമീൻ പറയുന്നത് പോലെ തന്നെയാണല്ലോ ക്രിസ്ത്യാനികൾ ആമീൻ എന്ന് പറയുന്നത്. ഇവ തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ആമീൻ എന്ന് ഇസ്ലാമിൽ പറഞ്ഞാൽ നീ സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ എന്ന് പറഞ്ഞാലും നീ സ്വീകരിക്കണമേ എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൈബിളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളുമായി ദുആകളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളതാണ്. കാരണം നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ബന്ധത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് അവരിലേക്ക് ഈ പ്രാർത്ഥനയിൽ ആമേൻ കടന്നു വന്നത് എന്നതുകൊണ്ട് ഫാത്തിഹയുടെ ശേഷം പറയുന്ന ആമീനും അവർ പറയുന്ന ആമേനും ഒന്നാണ് എന്ന് അതിനർത്ഥമില്ല. നമുക്ക് വ്യക്തമായി എന്താണ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ വലല്ലാലീൻ കഴിഞ്ഞാൽ ആമീൻ നീ സ്വീകരിക്കണമെന്ന് അറബി ഭാഷയിൽ ലിപിയിൽ ആമീൻ എന്ന് പറഞ്ഞാൽ നീ സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കൃത്യമായി നമ്മൾ ഇത് തന്നെയാണ് പറയേണ്ടത്. ഇത് രണ്ടും സാദൃശ്യമുള്ളതുകൊണ്ട് ഇനി തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് മറ്റത് പറയാം, ഒരു ബോറല്ലേ എന്ന് പറഞ്ഞ് മാറ്റാനുള്ളതല്ല. ഇത് ഖുർആനിൽപ്പെട്ടത് തന്നെയാണ്. ആമീൻ എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്.